അപ്പോൾ ഏതൊരാളും ആഗ്രഹിച്ചു പോകുന്നൊരു യാത്രയാണ് നമ്മളെ സ്വന്തം കേരളത്തിൻ്റെ അഭിമാനമായ KSRTC. നമ്മളെ ആനവണ്ടിയിൽ വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരമൊക്കെ കയറിയിട്ട് ഈ ഒരു മഴക്കാലത്ത് ഒരു നൈസ് മൂഡായിരിക്കും കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാനിതാ ഇതുപോലുള്ള ഷോപ്പിൽ കയറി നിന്നിട്ടാണുള്ളത്. നല്ല മഴയും ചേർന്നുണ്ട്, നല്ല കോടയുണ്ട്, നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിയാം, കോഴിക്കോടാണുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് കോഴിക്കോട്, വയനാട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു രാവിലെ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പോയിട്ടുണ്ട്, ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും കൊതിച്ചു പോകുന്ന ഒരു യാത്രയുണ്ട്, യാത്രാപ്രേമികൾക്കുള്ള ആയിട്ടുള്ളൊരു യാത്രയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് KSRTC ബസ്സിൽ വയനാട് വരെ ഉള്ളൊരു യാത്ര, താമരശ്ശേരി ചുരമൊക്കെ കയറിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരു ലോ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പക്കാ ലോ ബഡ്ജറ്റ് പരിപാടിയാണ്. ഇവിടുന്ന് വലിയ ടിക്കറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല, 75 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം, യാത്രയിലേക്ക് മുന്നോട്ട് പോകാം. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അതത് സമയത്ത് എത്തിക്കുന്നതാണ്. ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് പോകാല്ലേ. കോഴിക്കോട് KSRTC സ്റ്റാൻഡ് കാണാത്തവർക്കായിട്ട് കാണിക്കാൻ പോകാൻ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കുറേ കാലങ്ങളായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെയിലും കൊള്ളണ്ട മഴയും കൊള്ളണ്ട ഒരു വിഷയമേ അല്ല കേട്ടോ. നമുക്ക് ഏത് ബസ്സിൽ വേണമെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി പോവാം. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ബസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് മൈസൂരിലേക്ക് ആയിക്കോട്ടെ, എങ്ങോട്ടോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ് കേട്ടോ. 5ലോ 6ലോ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. നോക്കട്ടെ, നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റ് കിട്ടുന്ന ബസ് വേണം, അല്ലാണ്ട് ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. സുൽത്താൻ ബത്തേരി, താമരശ്ശേരി, കൽപ്പറ്റ, മീനങ്ങാട് കേട്ടോ, മീനങ്ങാടി. അപ്പോൾ ഏതൊരാളും ആഗ്രഹിച്ചു പോകുന്നൊരു യാത്രയാണ് നമ്മളെ സ്വന്തം കേരളത്തിൻ്റെ അഭിമാനമായ KSRTC. നമ്മളെ ആനവണ്ടിയിൽ വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരമൊക്കെ കയറിയിട്ട് ഈ ഒരു മഴക്കാലത്ത് ഒരു നൈസ് മൂഡായിരിക്കും കേട്ടോ. ഇപ്പോൾ കയറി കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഏത് സീറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. ഞാനതല്ല മറ്റേൽ പോകാതിരുന്നത്, കണ്ടോ, ഇഷ്ടം പോലെ സീറ്റാ. നമ്മുടെ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റ് നമ്മൾ ചൂസ് ചെയ്യുക, അവിടെ ഇരിക്കുക. നമുക്ക് എടുക്കൊന്നുമില്ലല്ലോ, നമുക്ക് എന്താ പറയുക, അവിടെ എത്തിയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഈ യാത്ര എത്രത്തോളം മനോഹരമായി ആസ്വദിക്കാൻ പറ്റുമോ, എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അത്രത്തോളം മനോഹരമായിട്ട് എത്തിക്കുക. അപ്പോൾ പിന്നെ ബസ് എടുക്കുമ്പോൾ ടിക്കറ്റൊക്കെ കിട്ടിയിട്ട് കാണാം കേട്ടോ, എത്ര റേറ്റ് കാര്യങ്ങളെന്നൊക്കെ അറിയിച്ചു തരാം. അങ്ങനെ നമ്മുടെ കണ്ടക്ടർ വന്നു, 71 രൂപയുടെ ഒരു ടിക്കറ്റ് അടിച്ചു തന്നു. ഡ്രൈവർ വന്നു, വണ്ടി എടുത്തു. നല്ല ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല, വണ്ടി ആനങ്ങുന്നില്ല. അങ്ങനെ നമ്മുടെ യാത്രയുടെ തുടക്കത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കേരളത്തിൻ്റെ ഒരു ഹിൽ ഏരിയയിലേക്ക് പോകുമ്പോൾ, അതും നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ തന്നെ പോകുമ്പോൾ ചെറിയൊരു മഴയൊക്കെ ഒരു അനുഗ്രഹീതമല്ലേ. ഇതിപ്പോ എന്താ കഥ അല്ലേ, ചെറിയൊരു മഴ എന്നൊക്കെ പറഞ്ഞിട്ട് തടിച്ച് തിമിർത്ത് മഴ അങ്ങോട്ട് തിമിർത്ത് പെയ്തു കേട്ടോ. വിൻഡോ ഒക്കെ ഒന്ന് അടച്ചിട്ട് ഇപ്പോൾ ഇതാ മഴ നൈസായിട്ട് ഒന്ന് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അടിവാരം എത്താറായിട്ടുണ്ട് കേട്ടോ. അടിവാരം ടൗണൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താമരശ്ശേരി ചുരമൊക്കെ കയറാൻ പോവുകയാണ്. എൻ്റെ പൊന്നു മക്കളെ, കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക.
എന്തൊക്കെ പറഞ്ഞാലും എന്തു തന്നെ ആയാലും ഇത് നമ്മൾ മലയാളികൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. ഈ ഒരു കാഴ്ചകളും ഈ ഒരു യാത്രയും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അഹങ്കാരമായി തന്നെ അവതരിപ്പിക്കാവുന്നതും തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ താമരശ്ശേരി ചുരമൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. മനോഹരമായ കാഴ്ചകളൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ പശ്ചിമഘട്ടത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരമാണ് താമരശ്ശേരി ചുരം. ഇത് ദേശീയപാത 766ന്റെ ഭാഗമാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്ന് തുടങ്ങുന്ന 12 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ വഴിയിൽ കഠിനമായ 9 ഹെയർപിൻ ബെൻഡുകളാണ് ഉള്ളത് കേട്ടോ. ഈ പാത അവസാനിക്കുന്ന വയനാട് ജില്ലയിലെ ലക്കിടിയിൽ എത്തുമ്പോഴേക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2625 അടി മുകളിലെത്തുന്നു. 9ാമത്തെ ഹെയർപിൻ വളവിലെ വ്യൂ പോയിന്റിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ലയിലെ മൊത്തത്തിലുള്ള ഒരു ആകാശ ദൃശ്യം കാണാനാവും. ഓരോ യാത്രയും ഓരോ വ്യത്യസ്ത അനുഭവങ്ങളാണ് നമുക്ക് പകർന്നു തരുന്നത്. മഞ്ഞു പെയ്യുന്ന മലനിരകളിലെ വ്യത്യസ്തമായിട്ടുള്ള മുന്നോട്ടുള്ള കാഴ്ചകളും കോടയും ഉയരത്തിലിരുന്നിട്ടുള്ള ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഏതൊരു മലയാളിയും ഒരിക്കലെങ്കിലും ആസ്വദിക്കേണ്ട ഒരു യാത്ര.
അങ്ങനെ നമ്മൾ ചുരത്തിന്റെ അവസാനത്തെ വളവിലേക്ക് കയറിയിരിക്കുന്നു. ലക്കിടി വ്യൂ പോയിന്റ് സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലം. 9ാം വളവിൽ നിന്നും താഴേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. പക്ഷേ ആ ഒരു കാഴ്ച ഇന്ന് മങ്ങിയ ലെവലാണ്, നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ മുന്നോട്ട്. വെൽക്കം ടു വയനാട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാനിതാ ഇതുപോലുള്ള ഷോപ്പിൽ കയറി നിന്നിട്ടാണുള്ളത്. നല്ല മഴയും ചേർന്നുണ്ട്, നല്ല കോടയുണ്ട്, നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് വയനാടിൻ്റെ ആ ഒരു എൻട്രി ഗേറ്റ് ഉണ്ടാവില്ലേ, വെൽക്കം ടു വയനാട്, അത് കുറച്ച് താഴെയാണ് വരുന്നത്. നമുക്ക് ബസ്സിൽ വരുമ്പോൾ ഞാൻ എടുക്കാൻ നോക്കി, പക്ഷേ എനിക്കത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. മര്യാദ കോടയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കോടയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടുന്നതാണ് പറയുന്നത്. കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നടന്നു നോക്കാം. തലയിൽ എന്തെങ്കിലും ഇടണം. നമ്മളിപ്പോൾ ഒരു 10-15 മിനിറ്റോളായിട്ടാണ് നമ്മൾ സമയമാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ മഴ കൊള്ളാം, അല്ലാതെ അപ്പോൾ എന്താ ചെയ്യുക. അപ്പുറത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനെങ്കിലും നോക്കാം. പൊട്ടത്തരം കാണിച്ച് ഞാൻ ഇവിടെ ഇറങ്ങേണ്ടതില്ല. ഈ സമയത്ത് നമുക്ക് എന്താ പറയുക, കാഴ്ചകളൊന്നും കാണില്ല, ഒരു കാര്യമില്ലാതെ ഇവിടെ ഇറങ്ങി. ആ ചെങ്ങായനോട് ഞാൻ എപ്പോഴും പറഞ്ഞാൽ അപ്പുറത്തെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ. അപ്പോൾ ആൾ പറഞ്ഞു ഉണക്കല്ല ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞു. നീ ഇങ്ങോട്ടല്ലേ ടിക്കറ്റ് എടുത്ത്. ഞാൻ പറഞ്ഞു ടിക്കറ്റ് ഞാൻ അങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഇറങ്ങി. നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ ഈ കോടയും കാര്യങ്ങളൊക്കെ മങ്ങി തുടങ്ങും കേട്ടോ. ഇനി നമ്മൾ വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗായ്സ്. ഇതെങ്ങനെയുണ്ട്? വേറൊരു വഴിയില്ല കേട്ടോ. തല നനഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു കവർ വാങ്ങി തലയെ കെട്ടിയിട്ട് നല്ല പിന്നെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡുണ്ട്. ബസ് സ്റ്റാൻഡിൽ എന്നിട്ട് അടുത്ത ബസ്സിന് കൈ കെട്ടിയിട്ട് അടുത്ത സ്റ്റാൻഡിൽ അവിടെ എവിടെയെങ്കിലും പോയി ഇറങ്ങാൻ നോക്കാം. എന്നിട്ട് നമുക്ക് അവിടുന്ന് തീരുമാനിക്കാം എങ്ങോട്ട് പോകണം, എന്താക്കണം, എന്ത് കാണണം. ഇവിടെ കാണാനൊന്നുമില്ല, കാണാൻ ഒരുപാട് കാര്യങ്ങളുള്ള സ്ഥലമാണ്. മെയിനായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ താഴെ വരുന്നത്. ലാസ്റ്റ് ഇതാണല്ലോ ചുരത്തിൻ്റെ ഏറ്റവും മേൽഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പ് പോർഷൻ കോഴിക്കോട് ജില്ലയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു ടോപ്പ് വ്യൂ അതിമനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. പക്ഷേ നമ്മൾ വരുമ്പോൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, നല്ല കോടയാണ്. കോടാന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത ബസ് കിട്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഇറങ്ങാം, ഫുഡ് എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് അവിടുന്ന് തീരുമാനിക്കാം കേട്ടോ ഇനി എന്ത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു താമരശ്ശേരി ചുരവും KSRTC ബസ്സും ഈ ഒരു യാത്ര, ഈ ഒരു വൈബും, ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു ക്ലൈമറ്റ്, ഈ ഒരു കോട വേറെ ലെവലല്ലേ. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വയനാട്ടിൽ നിന്നും ഞാൻ ഈ ഒരു വീഡിയോക്ക് സൈനിങ് ഓഫ് പറയാൻ പോകുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.